ഹലോ നമസ്കാരം എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയെ കുറിച്ചാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ റൗണ്ടിനെ കുറിച്ച്. അപ്പോൾ കേരളത്തിൻ്റെ കൾച്ചർ ക്യാപിറ്റലായ തൃശ്ശൂർ ജില്ല എത്രത്തോളം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ആ, ഏഷ്യയിലെ ഏറ്റവും വലിയ റൗണ്ട് അബൌട്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. 2 കിലോമീറ്റർ എന്നുള്ളത് നമ്മൾ തൃശ്ശൂർ റൗണ്ടാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ റൗണ്ട് അബൌട്ടായിട്ട് കണക്കാക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ സിനിമ തിയേറ്റർ ജോസ് തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത് 1930-ലാണ്. അതും തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നീട് നമ്മളുടെ ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തതും തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന തൃശ്ശൂരിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. താങ്ക് യു. തമ്പുരാന്റെ പ്രതിമ നിങ്ങൾ കണ്ടിട്ടില്ല? നമ്മുടെ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിലുള്ള പ്രതിമയാണത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളുടെ തൃശ്ശൂർ റൗണ്ട് അപ്പ് തുടങ്ങുന്നത് കേട്ടോ. ഇതിനപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങാണ് ജയ്ഹിന്ദ് ബിൽഡിംഗ്. ജയ്ഹിന്ദ് ബിൽഡിംഗ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം ഭാവന ഫോട്ടോസ്റ്റാറ്റ് ആയിരുന്നു. പിന്നെ നമ്മളുടെ ഫാഷൻ ഫാബ്രിക്സ് ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ പഴയ കടകൾ ഇപ്പോഴും ഉണ്ട് കുറേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ വടക്കുന്നാഥൻ്റെ ഗോപുരം കാണാം. ഇവിടെയാണ് നമ്മളുടെ ഈ കുടമാറ്റം നടക്കുന്നൊരു സ്ഥലം കേട്ടോ. ഇവിടെയാണ് നല്ല നല്ല വ്യൂ ആണ്. നല്ല ഭംഗിയായിട്ട് ഇവിടെയാണ് 2 ടീമുകളിൽ നിന്ന് കുടമാറ്റം നടത്തുന്നത്. അങ്ങനെ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇവിടെ പുതുതായിട്ട് വന്നു തോന്നുന്നത് ഈ ഒരു എന്താണ് വാക്ക് വേ, അതായത് സബ് വേ എന്ന് പറയും, അതാണുള്ളത്. പിന്നെയൊക്കെ പഴയ നോക്കൂ, ഈ ബിൽഡിംഗ് കണ്ടോ, ഇത് എത്ര കാലമായിട്ട് ഇങ്ങനെയാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ തന്നെ അതാണ് പറഞ്ഞത്, നഗരവികസനം ഇവിടെ ഒരു വാക്കാണ്. പിന്നെ എവിടെയുള്ളത് ഒരു മെൻഷെയർ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കണ്ടല്ലോ. മെൻഷെയർ ഓൾറെഡി അത് പൂട്ടിപ്പോയി. പിന്നെ നമ്മുടെ രാഗം തിയേറ്റർ നല്ല ഭംഗിയായിട്ട് ഒരു മോഡിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ അടുത്തൊരു സിനിമ കാണാൻ പോയായിരുന്നു. അപ്പോൾ നന്നായിരിക്കണം, രാഗം തിയേറ്റർ അടിപൊളിയാണ്. പിന്നെ നമ്മൾ വരുമ്പോൾ ഇവിടെ കാണുന്നത് നമ്മളുടെ ഈ നടവരമ്പ് കൃഷ്ണസെൻസ് ബ്രദേഴ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇതെല്ലാവർക്കും കണ്ടാൽ ഓർമ്മ വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൗണ്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഷോപ്പാണ്. കാരണം അതിൻ്റെ ഉള്ളിലത്തെ കളറും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണ് ഒരു ഗോൾഡ് കളറിലുള്ള സാധനങ്ങൾ, അതായത് ബ്രാസാണ്. നമ്മളുടെ വിളക്കുകൾ, അമ്പലങ്ങളിലേക്കുള്ള ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ്, ഓടിൻ്റെ ഐറ്റം, എന്താ പറയുക, ബ്രാസിൻ്റെ ഐറ്റംസ് വിൽക്കുന്ന ഒരു കടയാണ് ഇത്. 1925 സ്റ്റാർട്ട് ചെയ്ത കടയാണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് നമ്മളുടെ ചെട്ടിങ്ങാടിയിൽ നിന്ന് കയറി വരുന്ന വഴി. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ട്, അത് ജയ പാലസ് ആയിരുന്നു. ജയ പാലസിൽ ബീഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ജയ പാലസ് അവർ അപ്ഡേറ്റ് ആക്കി. ഇപ്പോൾ ആൾക്കാർ, സാധാരണക്കാർ കയറാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത മാതിരി അതൊരു 3 സ്റ്റാറിലേക്ക് വരുത്തിയോട് കൂടിയിട്ട് അതിലും ആളുകൾ പോകാണ്ടായി. ഞങ്ങളുടെയൊക്കെ സമയത്ത് അതായിരുന്നു ഒരു മെയിൻ ഫുഡ് പോയിന്റ്. നല്ല ബീഫ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വായന ഇപ്പോഴും വെള്ളം വരും. അതുപോലെ ടൈറ്റാൻ്റെ 2 ഷോറൂം ഇവിടെ പണ്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള കടകളൊക്കെ അതുപോലെ തന്നെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു പൂജാ സാധനങ്ങൾ വെക്കുന്ന ഒരു കട കണ്ടിട്ടില്ലേ, അതെപ്പോഴും അവിടെ ഉണ്ട്. അതുപോലെ തന്നെയുണ്ട്. ഇത് നമ്മുടെ ഷൊർണൂർ റോഡിൽ നിന്ന് കയറിയ, ഷൊർണൂർ റോഡല്ല, നടുവില്ലാലേ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കൂ, എന്താ അതിൻ്റെ ഒരു ലുക്ക് നോക്കിയേ, കണ്ടാ, അടിപൊളിയാണ്. പിന്നെ നമ്മുടെ മെയിൻ പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്ന കറണ്ട് ബുക്സ് ആണ്. എല്ലാവർക്കും അറിയാം അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പം അതില്ല, അത് അവർ എടുത്ത് കളഞ്ഞ് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു പറഞ്ഞു, ഒരു വസ്തുവും ചെയ്തില്ല, വെറുതെ ഇട്ടു. പിന്നെ ഇവിടെ ഒരു ദേവകി ഡയറി, ഇത് പഴയ കാലത്തുള്ളതാണ് കേട്ടോ. അവിടെ നല്ല മിൽക്ക് പ്രൊഡക്ട്സ് കിട്ടും, അതായത് നെയ്യും വെണ്ണയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ബിൽഡിങ് ഇത് എപ്പോഴും ഒരു നോൺ ആക്സസിബിൾ ബിൽഡിംഗ് പോലെ എനിക്ക് തോന്നില്ല. ഇതിന്റെ പിന്നിലൊരു നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നു. പിന്നെ നമ്മൾ വരുമ്പോൾ ഇനി നമ്മൾ സിറ്റി സെന്ററാണ് ഈ ഏരിയ. ഇവിടെ ഒന്നും ഒരു തരത്തിലൊരു വികസനമില്ല. ആകെ കൂടി ഏഷ്യയിലത്തെ നമ്പർ 1 ആയിട്ട് തുടങ്ങിയ ഒരു സിറ്റി സെന്റർ ആയിരുന്നു. പക്ഷെ ഇപ്പം അത് കാലഹരണപ്പെട്ടു, അത് മെയിൻറ്റെയിൻ ചെയ്യലൊന്നുമില്ല, ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ സിറ്റി സെന്ററിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇപ്പോൾ ശോഭ സിറ്റി ഒക്കെ വന്നതോടുകൂടി ആരും തിരിഞ്ഞു നോക്കാണ്ടായി. പിന്നെ നമ്മുടെ ഗീത മെഡിക്കൽസ് ഒക്കെ പണ്ട് കാലത്തുള്ളതാണ്. ലക്ഷ്മി സ്റ്റോഴ്സ്, ഈ ഒരു ധനലക്ഷ്മി ബാങ്കിന്റെ ഈ ഒരു ഓഫീസ്, ഇതൊക്കെ നല്ല അതുപോലെ തന്നെ ഉണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവരതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി ലുക്കിന് ചേർന്ന രീതിയിൽ തന്നെ അതൊക്കെ വെക്കുന്നത്. നമ്മൾ ഷൊർണൂർ റോഡിൽ നിന്ന് കയറി വരുന്ന സിഗ്നലാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർത്തിയിട്ടുള്ളത് കേട്ടോ. പിന്നെ മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നിലേക്ക് പോകുമ്പോഴേ നമ്മളുടെ റൗണ്ടിൽ അത്ര വലിയ കാര്യമായിട്ട്
എന്താ പറയുക, ഒരു ഡ്രൈ ഏരിയ പോലെ തോന്നും. കാരണം ഇവിടെ വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ചെറിയ കടകള്, പിന്നെന്താ, കല്യാണിന്റെ ഒരു ഷോപ്പുണ്ട്, പിന്നെ ഒരു ബാറ്ററി ഉണ്ട്, അത് പണ്ടുണ്ടായിരുന്ന തന്നെയാണ്, ബാറ്റയുടെ ഒരു ഷോപ്പുണ്ട്. ആ, പിന്നെ ബാനർജി ക്ലബ്ബ്, അത് അന്നും ഇന്നും ഒരുപോലെ തന്നെ, അതിന് അത്രേ വേണ്ടു, അതൊരു ക്ലബ്ബാണ്, അത്രയൊക്കെ വേണ്ടു. ബാക്കി മൊത്തത്തിലൊരു സിറ്റി ലുക്ക് വരുത്താനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കല്യാണിന്റെ ഒരു 99, പിന്നെ ഇതൊക്കെ കാലങ്ങളായിട്ട് പണി നടക്കുകയെ എന്തോ മറിച്ചിട്ടിരിക്കുന്നു. പിന്നെ ബാനർജി ക്ലബ്ബ്, പിന്നെ പറയേണ്ട ഒരു സംഭവം, നമ്മളുടെ എന്താണ്, ബിനി ടൂറിസ്റ്റ് ഹോം ഡെവലപ്പാക്കി, ബിനി ഹെറിറ്റേജ് സെന്ററിന് എന്താ പേര് കൊടുത്തു, അടിപൊളിയാക്കി. അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ തരം ഫുഡ് ഐറ്റംസും കിട്ടും. പിന്നെ മ്യൂസിക് പരിപാടികൾ, എന്തെങ്കിലും വിശേഷങ്ങൾക്ക് അവിടെ മ്യൂസിക് പ്രോഗ്രാംസ്, ആളുകൾക്കുള്ള സമ്മാനങ്ങൾ, അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആകെ കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഒരു സിറ്റിക്ക് അനുയോജ്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് വേറെ സംഭവങ്ങളൊന്നും ഇവിടെ തൃശ്ശൂർ റൗണ്ടിൽ ഇപ്പോൾ വലിയ ഇതൊരു ഇപ്പോഴത്തെ ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കുറെ ആളുകൾ വരുന്നുണ്ട് രാത്രി, കണ്ടോ, അത് വൈകിട്ട് എടുത്ത ഒരു വ്യൂ ആണ്. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ഇഷ്ടംപോലെ ഫുഡ് കോർട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും, നോൺ വെജും വെജും. പിന്നെ അത്യാവശ്യം ചില പാർട്ടി പരിപാടികളൊക്കെ ഇവിടെ നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇതുപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ളതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മളുടെ തൃശ്ശൂർ സിറ്റിക്ക് ഇപ്പോഴും ഒരു വളർച്ച എന്ന് പറയാനില്ല. പണ്ടത്തെ പോലെ തന്നെ ഒരു ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. വലിയ ഹെറിറ്റേജ് ഒക്കെ പറയുക കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി ഡെവലപ്മെന്റ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കുറച്ച് നല്ല ആ, എന്താ പറയുക, റെസ്റ്റ് റൂംസ് പോലും ഇല്ല തൃശ്ശൂർ റൗണ്ടിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ വലിയ പോരായ്മ തന്നെയാണ്. പുറത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ വരുന്നതല്ലേ. പിന്നെ നമ്മളുടെ പിന്നെ അവിടെ നിന്ന് തിരിയുമ്പോൾ തെക്കേ സ്റ്റാൻഡിൽ നിന്ന് വരുന്നതിന്റെ അടുത്ത് തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായത് മിഥിലയാണ്. അടിപൊളി വെജിറ്റേറിയൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മിഥില. അപ്പോൾ ഞാനൊക്കെ പഴയ ഒരു 2010-ലൊക്കെ സ്ഥിരമായിട്ട് കോളേജിൽ നിന്നൊക്കെ കൂട്ടുകാരൊക്കെ കൂടി പോകും. നല്ല അടിപൊളി ഫുഡാണ്. ഇപ്പോഴും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ആ സൈഡിലത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ. പിന്നെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിന് ആ റൗണ്ടിന്റെ അത്ര നീളത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിൽ ആളുകൾക്ക് കയറി ഇന്ധനം അടിച്ച് തിരിച്ചു പോവാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞത് കല്യാൺകാര് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ട, കല്യാണിന്റെ ഒരു വലിയ കല്യാൺ സാരീസോ ജ്വല്ലേഴ്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ പണ്ടത്തെ ഒരു കല്യാണിന്റെ ഷോപ്പുണ്ട് അപ്പുറത്ത് തന്നെ. ആഹ് അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു കോമൺ ആയിട്ട് ഏരിയ ആയിട്ട് റൗണ്ടിൽ നോക്കുമ്പോൾ ബിനിയാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം ഇപ്പോഴുള്ളതിൽ. ഇത് കണ്ട, ഇതും കല്യാണിന്റെയാണ്. ഈ കല്യാണം തന്നെയാണ് ഈ റൗണ്ടിൽ കുറെ സ്ഥലങ്ങൾ, അതായത് പകുതിയോളം പ്ലേസ് അവരുടെ കയ്യിൽ തന്നെയാണ്. ഇത് മോഡൽ ബോയ്സ് നല്ല രീതിയിൽ കുറച്ച് കാലമായി വർഷമുണ്ടോ ഒരു സിറ്റി ഒരു സിറ്റിക്ക് അനുയോജ്യമായ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്വപ്നയില്ല, അത് പൊളിച്ച് അവിടെ വാഴ നട്ടു, ഇപ്പൊ അത് പാർക്കിംഗ് ഗ്രൗണ്ട് ആക്കി. അത് മാത്രമല്ല, ഈ സ്വപ്നയുടെ മുന്നിൽ പണ്ടൊരു മണീസ് കഫേ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഷോപ്പ് ഉണ്ടായിരുന്നു. നല്ല വടയും നല്ല കോഫിയും കിട്ടുന്ന ഒരു സ്ഥലം. ഞാൻ പലപ്പോഴും കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്ഥലം നല്ല ഓർമ്മയാണ്. അതൊരു മിസ്സിങ് തന്നെയാണ് നമുക്കിപ്പോഴും. പിന്നെ ഇതൊരു ഏതോ ഒരു ബിൽഡിങ്, ഇത് എനിക്ക് ഞാൻ ഇപ്പോഴും അപ്പോഴും നോക്കാത്തൊരു ബിൽഡിംഗ് ആണ്. പിന്നെ അത് അങ്ങനെ തന്നെയാണ്, അതിനൊരു വലിയ അട്രാക്ഷൻ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ചെറുത്, പക്ഷെ ആ പാർക്കിൽ കയറി ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നിറയെ കൊക്കുകൾ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ തലകിലേക്കൊക്കെ അവര് നല്ല രീതിയിൽ കാഷ്ടിച്ചു വിടും. അപ്പൊ അത് ശ്രദ്ധിക്കുക. അവിടെയും വലിയ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല, കുറെ മരങ്ങളുള്ളതുകൊണ്ട് കാണാനും ഒരു വൃത്തിയുണ്ട്. പിന്നെ നമ്മളുടെ പാറമക്കാവ് അമ്പലം, പിന്നെ നമ്മളുടെ വടക്കുന്നാഥന്റെ ഒരു നട, അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെയും നമുക്ക് സബ്വേ, അതായത് താഴത്തു കൂടെ ക്രോസ് ചെയ്യാനുള്ള, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വശങ്ങളാണ്. അത് പണ്ടും ഇപ്പോഴൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. അതും ഒരു ഡ്രൈ ഏരിയ ആണ്, അവിടെയൊന്നും വലിയ കാര്യമായിട്ടൊരു ഇതില്ല. പിന്നെ നമ്മളെ സെന്റ് തോമസിലേക്ക് പോണ വഴിയാണ്, കിഴക്കേക്കോട്ടയ്ക്ക് പോണ വഴി. അവിടെയും ജില്ലാ ആശുപത്രിയാണ് ആ ഏരിയ മുഴുവൻ ഭരിക്കേണ്ടത്, ഒരു ഏരിയ മുഴുവൻ. പിന്നെ അവിടെ നേരെ ചെന്ന് ഇറങ്ങുന്നത് ഹൈ റോഡിലേക്കാണ്. അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല നേരിട്ട്, ഹൈ റോഡ് അങ്ങനെ ആ ഒരു വേ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഈ കോർണറിൽ കുറെ കടകൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ പുതിയൊരു ബിൽഡിംഗ് ഒരു 5 കൊല്ലമായിട്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞു ഉണ്ട്. ഇപ്പോഴും അത് പണിതുകൊണ്ടിരിക്കുകയാണ്. എന്താ എനിക്കറിയില്ല. അവിടെ കുറെ മെഡിക്കൽ ഷോപ്പുകളും കുറെ ഷോപ്പുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ പണി നടക്കുകയാണ് 5-6 കൊല്ലമായിട്ട്. എന്താ ഉദ്ദേശിക്കുന്ന ഒരു പിടിയില്ല. അതാണ് നമ്മളുടെ നഗരവികസനം. പിന്നെ ഇവിടെ ഒരു പെരിഞ്ചേരി വൈൻസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അതായത് നമുക്ക് പ്രൈവറ്റ് വൈൻ ഷോപ്പൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നല്ല അടിപൊളിയായിരുന്നു. അപ്പൊ പിന്നെ നമ്മളുടെ ഇന്ത്യൻ കോഫി ഹൗസ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് നല്ല പണ്ടേ ഫേമസ് ആണ്. കുറെ കാലം മുമ്പ് തുടങ്ങിയതാണ്.
അപ്പോൾ ഇപ്പോഴും അത് അതുപോലെ തന്നെ ഉണ്ട്. ഉണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ രാജാക്കന്മാരെ മാതിരി തൊപ്പി വെച്ചിട്ട് വരുന്ന ആൾക്ക് ഇപ്പോഴും സെർവ് ചെയ്യണം. നല്ല ഫുഡാണ്. ഇന്ത്യൻ കോഫീസിലത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ആ ടേസ്റ്റ് നാവുമെന്ന് പോയില്ല. മനസ്സിലായോ? അതാണ് ഇന്ത്യൻ കോഫീസിലത്തെ ഫുഡിന്റെ ഒരു ഭയങ്കര അട്രാക്ഷനാണ്. ഇതാ അവിടെ കണ്ടോ തൊപ്പി വെച്ചിട്ട് അവിടെ നിൽക്കണം. രാത്രി എടുത്താണ്ടോ. അതാണ് അവിടെ ഒരു വലിയ അട്രാക്ഷൻ. അപ്പം അതും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജോസ് തിയേറ്റർ. ഈ ജോസ് തിയേറ്ററാണ് തൃശ്ശൂരത്തെ ആദ്യത്തെ തിയേറ്റർ. കേരളത്തിൽ തന്നെ ആദ്യത്തെ തിയേറ്റർ ജോസ് തിയേറ്റർ ആണെന്നാണ് ഞാൻ കേട്ടത്. 1930 ഇത് സ്റ്റാർട്ട് ചെയ്തത്. കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് ആളാണത് അങ്ങനെ ഒരു തിയേറ്റർ കോൺസെപ്റ്റ് കൊണ്ടുവന്നും സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളിയൊക്കെ എൻ്റെ ഉള്ളിലൊക്കെ നല്ല സൂപ്പർ സെറ്റപ്പാണ്. ജോസിൽ പണ്ട് ഭയങ്കര എനിക്ക് ഈ ഗുഹ പോലെ കാണുമ്പോൾ തന്നെ പേടിയായിരുന്നു ആദ്യം. ഞാനിപ്പോൾ അടുത്ത് ഫോർമുല 1 എന്ന് പറഞ്ഞ ബ്രാഡ് പിറ്റിന്റെ സിനിമ കാണാൻ പോയത് അവിടെയാണ്. നല്ല അടിപൊളി ആക്കിയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് റൂംസ് ആയാലും തിയേറ്റർ ആയാലും സൗണ്ട് ആയാലും അടിപൊളി. പിന്നെ നമ്മളുടെ എല്ലാവരും പ്രിയപ്പെട്ട രാധാകൃഷ്ണ കോഫി ക്ലബ്, പണ്ടത്തെ സംഭവമാണത്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ രാത്രി ഉണ്ടല്ലോ, രാത്രി 9 മണിക്ക് ശേഷം വരുന്ന ഫുഡൊക്കെ പുറത്ത് ആളുകൾക്ക് അല്ലിട്ടിട്ട്, ഞാൻ പണ്ടേ കണ്ടിട്ടുള്ളതാണ്, ഇപ്പം ഉണ്ടോന്ന് അറിയില്ല, എല്ലാവർക്കും സെർവ് ചെയ്യും. അല്ലാണ്ട് ഫുഡ് വേസ്റ്റ് ആക്കില്ല. അവിടെ പാവങ്ങൾ ഉണ്ടല്ലോ ഈ റോഡിലൊക്കെ ഇടുന്ന, അവിടെ കുറേ ആളുകൾ വരും. അവിടെ ഒരു മുടി നീട്ടി വളർത്തിയ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ആദ്യം. ആളാണ് അത് നോക്കി നിന്ന് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പൊ ഞാനും അവിടെ കയറി എന്തായാലും വന്നല്ലേ, എന്നിട്ടൊരു വടയും ഒരു മസാല ദോശയും പിന്നെ ഒരു കോഫിയും ഓർഡർ ചെയ്തു. എന്താ രസം! നല്ല സെയിം ടേസ്റ്റ്, ഒരു വ്യത്യാസമില്ല, നല്ല അടിപൊളി. അങ്ങനെ അതും കഴിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീണ്ടും നമ്മൾ വടക്കുന്നാഥൻ്റെ മുന്നിൽ വന്ന് നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.